ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ചിന്തയുടെ തുടർച്ചയായി ഇന്നും നാം വിശകലനം ചെയ്യുന്നത് രോഗസൗഖ്യമെന്ന കൃപാവരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രോഗസൗഖ്യവരത്തിൻ്റെ ശക്തി എന്നത് പരിശുദ്ധാത്മാവിലൂടെ ഓരോ വിശ്വാസിക്കും ലഭ്യമാകുന്ന ശക്തിയാണ്. റോമർ 8:11 നാം ഇപ്രകാരം വായിക്കുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതിൽ നിന്നും നമ്മുടെയെല്ലാം ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അതേ ശക്തി ദൈവം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതേ ആശയം തന്നെ ഒരു സാക്ഷ്യമെന്നോണം 2 കൊരിന്ത്യർ 4:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്: യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതെന്ന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടവരും യേശുവിൻ്റെ മരണത്തിനോടും പുനരുത്ഥാനത്തോടും പ്രതീകാത്മകമായി ജലസ്നാനത്തിൽ പങ്കാളികളായവരും ആണെന്നിരിക്കലും നമുക്ക് ഇപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ശരീരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഒന്ന് നമുക്ക് അവകാശപ്പെടാം: നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ അഥവാ ജഡത്തിൽ ഉയിർപ്പിൻ്റേതായ ജീവൻ കുടികൊള്ളുന്നു എന്ന്. യേശുവിൻ്റെ ഉയിർപ്പിൻ്റെ ശക്തി അഥവാ ജീവൻ ഓരോ വിശ്വാസിക്കും ലഭ്യമാകുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരം വിശ്വാസത്തിലൂടെയാണ്. ചുരുക്കത്തിൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനും ഉയിർപ്പിൻ്റേതായ ശക്തി ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് അഥവാ അർഹതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു: യേശുവിൻ്റെ ജീവൻ നശിച്ചു പോകുന്ന നമ്മുടെ ഈ ജഡശരീരത്തിൽ വെളിപ്പെടുന്നു എന്ന്. അതായത് ജീവൻ വെറുതെ അവിടെ ഇരിക്കുകയല്ല അഥവാ വസിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അത് അതിൻ്റേതായ ശക്തിമത്തായ വ്യാപാരങ്ങളോടെ ലക്ഷണങ്ങളോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ദൈവീകമായ രോഗസൗഖ്യം, ദൈവീകമായ ആരോഗ്യം എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ വെളിപ്പെടുന്നത് യേശുവിനെ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ അതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു അഥവാ അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, യാക്കോബ് 5:14: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ എണ്ണ എന്നത് വിശ്വാസിയുടെ ശരീരത്തിന് ഉയിർപ്പിൻ്റെ ശക്തി പകരുന്ന, ജീവൻ പകരുന്ന പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന ഉയിർപ്പിൻ്റെ ശക്തി രോഗസൗഖ്യം എന്നതിലുപരി യഥാർത്ഥത്തിൽ ആരോഗ്യത്തിനാണ് ഉപകരിക്കുന്നത്. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവരുടെ രോഗസൗഖ്യത്തേക്കാൾ അവർ രോഗമൊന്നും വരാതെ സ്വസ്ഥവും സുഖവുമായി ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ദൈവിക ഉദ്ദേശം 3 യോഹന്നാൻ 2 പ്രതിഫലിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരാൾ രോഗബാധിതനായി പിന്നീട് സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു രോഗവും വരാതെ ആരോഗ്യവാനായിരിക്കുന്നു എന്നത്. ഇതുകൊണ്ട് രോഗസൗഖ്യം മോശമാണെന്നോ ആവശ്യമില്ലാത്തതാണെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ രോഗമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് അതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് മാത്രം. ഒരു രോഗിക്ക്
തൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം അരോഗദൃഢഗാത്രനായ ഒരു വ്യക്തി തനിക്കൊരു രോഗവും വരില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതായത് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം രോഗം വരില്ല എന്ന് വിശ്വസിക്കാനാണ്. മറ്റൊരു ഗുണം കൂടെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ശരീരമുള്ള വിശ്വാസിക്കുണ്ട്. സങ്കീർത്തനം 103:5 പറയുന്നു, നിന്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന്. ഉയിർപ്പിൻ്റെ ശക്തി അഥവാ ജീവൻ എന്നത് രോഗത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ഒക്കെ പരിധിക്ക് അപ്പുറമാണ് എന്ന് മാത്രമല്ല, വാർദ്ധക്യ സമയത്ത് ആരോഗ്യം പകരുന്നതുമാണ്. ആവർത്തന പുസ്തകം 34-7 നാം വായിക്കുന്നു. മോശയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മോശയുടെ ജീവിതത്തിൻ്റെ അധിക പങ്കും മോശ ചിലവഴിച്ചത് നേരിട്ടുള്ള ദൈവ സാന്നിധ്യത്തിലായിരുന്നു. അതിൻ്റെ വേറൊരർത്ഥം, മറ്റ് ഇസ്രായേല്യരെ പോലെ അല്ലായിരുന്നു മോശയുടെ ജീവിത സാഹചര്യം. അത് തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും മോശ ദൈവസാന്നിധ്യത്തിൽ ചിലവിട്ടു. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, പരിതസ്ഥിതികൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെയും മേൽ വളരെയധികം സ്വാധീനം ചെലുത്തും. ഒരിക്കലും ഒരു സഹോദരി ഇപ്രകാരം പറയുന്നത് കേൾക്കുവാനിടയായി. താനും തൻ്റെ ഭർത്താവും ഒരുമിച്ച് അവധിക്കാലം ചിലവിടാനായി തങ്ങളുടെ ബന്ധുക്കളുടെ അരികിലേക്ക് പോയത്രേ. വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഒരുമിച്ച് ചേരലാണ് എന്നതിനാലാണ് അവർ പോയത്. എന്നാൽ തങ്ങളുടെ ബന്ധുക്കൾ ആരും തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരല്ലായിരുന്നു അത്രേ. അവരെല്ലാം കടന്നു വന്നത് ആരോഗ്യത്തോടെയാണെങ്കിലും വന്നതിന് ശേഷം അവരുടെ സംസാരം അവർക്കുണ്ടായിരുന്ന അസുഖങ്ങളെക്കുറിച്ചും രോഗബാധകളെക്കുറിച്ചുമൊക്കെയായി. ഇപ്രകാരം ദിവസവും എന്നോണം വിവിധങ്ങളായ അസുഖങ്ങളെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 3 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ വിവിധ രോഗങ്ങളാൽ ബാധിതരായി. ആ സഹോദരിയും അവരുടെ ഭർത്താവും അത്തരം സംസാരങ്ങളിൽ പങ്കുകൊള്ളാഞ്ഞതുകൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതുകൊണ്ടും തന്നെ അവർ അത്തരം ബാധകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അവയൊന്നും തന്നെ അവരെ ബാധിച്ചില്ല. അതേ പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ, ആരോഗ്യത്തെ ഒക്കെ പല രീതിയിൽ സ്വാധീനിക്കുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിലും ഒരു പരിശുദ്ധാത്മാഭിഷേകമുള്ള വ്യക്തിക്ക് തൻ്റെ ചുറ്റും ആത്മവിശ്വാസത്തിൻ്റെയും നന്മയുടെയും അഭിവൃദ്ധിയുടെയും സ്തോത്രത്തിൻ്റെയും ഒക്കെ പരിതസ്ഥിതിയെ അഥവാ സാഹചര്യത്തെ സൃഷ്ടിക്കുവാനും കഴിയും. ആയതുകൊണ്ട് അത്തരമൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാൻ കരുണാസമ്പന്നമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒപ്പം തന്നെ രോഗസൗഖ്യത്തേക്കാൾ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കൃപ, ആത്മശക്തി പരിശുദ്ധാത്മാവിൽ കൂടി ലഭിക്കുന്നത് ഏറെ ശ്രേഷ്ഠമെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രമപ്പ. തുടർന്നും കൂടുതൽ ആഴത്തിലുള്ള തിരുവചന സത്യങ്ങൾ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.